മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 18. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് കരുതുന്നു. എബ്രഹാം ലിങ്കന്റെ രാഷ്ട്രീയ എതിരാളിയായിരുന്നു ഡഗ്ലസ്. മദ്യത്തിനെതിരെ ഒരിക്കൽ ലിങ്കൺ നടത്തിയ പ്രഭാഷണം ഡഗ്ലസിനെ രോഷാകുലനായി. ജനക്കൂട്ടത്തിൽ നിന്നും അയാൾ പറഞ്ഞു, നിങ്ങളൊരു വലിയ സമർത്ഥൻ ഒന്നും കരുതണ്ട, ഒരു മദ്യവിൽപ്പനക്കാരനായിരുന്നല്ലോ നിങ്ങൾ. ജോലിക്ക് വേണ്ടി അലഞ്ഞ നാളിൽ ഒരു ബാറിൽ കുറെ നാൾ സപ്ലയറായ ലിങ്കൺ ജോലി ചെയ്തിരുന്നു. പുഞ്ചിരിയോടെ ലിങ്കൺ പ്രതിവചിച്ചു, ശരിയാണ് സുഹൃത്തെ, 100% ശരി. വർഷങ്ങൾക്ക് മുൻപ് കൗണ്ടറിൽ ഇരുന്ന് മദ്യം വിളമ്പുന്ന ജോലി ഏതാനും നാൾ ഞാൻ ചെയ്തു. അന്ന് ഞാൻ വിളമ്പുന്ന നിറ ഗ്ലാസുകളിലേറെയും ഉള്ളിലേക്ക് വിളമ്പിയത് ഈ ഡഗ്ലസ് ആണ്. മറ്റൊരു ജോലി ലഭിച്ചപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു. എന്നാൽ ഇദ്ദേഹം അതേ ജോലി ഇന്നും തുടരുന്നു. ജനക്കൂട്ടം കൂവി ആർക്കുന്നതിനിടയിൽ ഡഗ്ലസ് ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു. മദ്യപൻ വിസ്കി കുപ്പി പോലെയാണ്. ഉദരത്തിലും കഴുത്തിലും മദ്യം, തലയോട്ടിയില്ലാതായി. മദ്യപാനം ഒരിക്കലും നമുക്ക് രക്ഷയുടേതായിട്ട് മാറുകയില്ല എന്ന ചിന്ത നമ്മൾ മനസ്സിലാക്കണം. ശരിയാണ്, ചെറിയ വേദനകളും വിഷമങ്ങളും ഒക്കെ വരുമ്പോ ഒന്ന് മറക്കാൻ ഇത് നല്ലതാണ് എന്ന ചിന്തകളൊക്കെ കടന്നു വരും. എന്നാൽ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുക. അപ്പോൾ ഇതുവരെ നിസ്സാരമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകും. അതുകൊണ്ട് ആ മഹത്വത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഇന്നത്തെ വേദനകളെ നിസ്സാരമാക്കി തള്ളുവാൻ, അതിന് മറ്റൊരു മറുമരുന്ന് വേണ്ട എന്ന് വെക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.